ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഇത്തവണ ഞാൻ എല്ലാം പറയൂല, കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ടോപ്പിക്കും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പുകളും കാര്യങ്ങളും മാത്രമേ പറയത്തുള്ളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫാർ ഈസ് എ റിലേഷൻ ഓൺ എ ഫൈനൈറ്റ് സെറ്റ് എ ഹാവിംഗ് n-1 എലമെന്റ്സ് ദെൻ ദ നമ്പർ ഓഫ് റിലേഷൻസ് ഓൺ എ. വളരെ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് 2n of a into n of b ആണ്. അപ്പോൾ ഓൺ എ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് a to a എന്നാണ്. ദാറ്റ് ഈസ് 2n of a into n of a എന്നാണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2n-1 into n-1. ദാറ്റ് ഈസ് 2n-1 the whole square. അടുത്ത ചോദ്യം: the domain for which the function f of x is equal to 2x square minus 1 g of x is equal to 1 minus 3x is 3x is equal, that is f of x is equal to gx. അപ്പോൾ നമുക്ക് 2x square minus 1 is equal to 1 minus 3x എന്ന് എഴുതാം. ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 2x square plus 3x minus 1 is equal to 0. 2x square plus 3x minus 2 is equal to 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി. അടുത്ത ചോദ്യം: f of x is equal to x cube minus 1 by x cube then f of x plus f of 1 by x. f of x എന്ന് പറയുന്നത് x cube minus 1 by x cube ആണ്. പ്ലസ് f of 1 by x എന്ന് പറയുന്നത് ഇതിന്റെ റെസിപ്രോക്കൽ 1 by x cube മൈനസ് 1 by x ക്യൂബിന്റെ റെസിപ്രോക്കൽ x cube മൈനസ് x cube ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ആൻസർ 0. അടുത്ത ചോദ്യം സ്പീഡിലാണെന്നാണ്. tan inverse of tan 3 pi by 4. tan inverse of tan x എന്ന് പറയുന്നത് x കിട്ടണമെങ്കിൽ x എന്ന് പറയുന്നത് ഓപ്പൺ മൈനസ് പൈ ബൈ 2 ശരിയല്ലേ? സോ tan inverse of tan 3 pi by 4 നമുക്ക് tan inverse of tan 3 pi by 4 നമുക്ക് പൈ മൈനസ് പൈ ബൈ 4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് tan inverse of പൈ മൈനസ് എന്ന് പറഞ്ഞാൽ പൈ വന്നാൽ ചേഞ്ച് ഇല്ല. പൈ മൈനസ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ്, അവിടെ ടാൻ നെഗറ്റീവ് ആണ്. മൈനസ് ടാൻ പൈ ബൈ 4 എന്ന് വരും. ടാൻ ഇൻവേഴ്സ് മൈനസ് എന്ന് പറയുന്നത് മൈനസ് ടാൻ ഇൻവേഴ്സ് ആണ്. മൈനസ് ടാൻ ഇൻവേഴ്സ് ടാൻ പൈ ബൈ 4 എന്ന് കിട്ടും. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. മൈനസ് പൈ ബൈ 4 നമുക്ക് ആൻസറും വരും. അടുത്ത ചോദ്യം: ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 3/5 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/3. ടാൻ ഓഫ് ഈ സൈൻ ഇൻവേഴ്സിനെ ടാൻ ഇൻവേഴ്സ് ആക്കാനായിട്ട് സൈൻ ഇൻവേഴ്സ് 3/5 നമ്മളൊരു തീറ്റ എന്ന് വിളിച്ചാൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 3/5 എന്ന് കിട്ടും. ഇത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. നമുക്കൊരു കൊച്ചു ട്രയാങ്കിൾ വരച്ചാൽ ഇതാണ് തീറ്റ എങ്കിൽ ഇത് 3 ഹൈപ്പോട്ടന്യൂസ് ഓഫ് 5, അപ്പോൾ ഇത് 4 കിട്ടും. സോ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 3/4 ആണ്. സോ ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 3/5 ടാൻ ഇൻവേഴ്സ് 3/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ ആണ്. ടാനും ടാൻ ഇൻവേഴ്സും ക്യാൻസൽ ആയി പോകും. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം: ദ മാട്രിക്സ് 8 - 6 2 - 6 7 -4 2 -4 ലാംഡ ഈ സിംഗുലർ എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് 8 - 6 2 -6 7 -4 2 -4 ലാംഡ. ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് 0 ആയിരിക്കും. ദാറ്റ് ഈസ് 8 into 7 ലാംഡ മൈനസ് 16 പ്ലസ് 6 into മൈനസ് ഓഫ് -6 ആണ്. -6 ലാംഡ പ്ലസ് 8 പ്ലസ് 2 into 24 മൈനസ് 14 is equal to 0 കൊടുത്താൽ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം: if a is equal to I0 minus I 0 minus I minus I 0, b is equal to minus I 0 0 I minus I, then AB കണ്ടുപിടിക്കാനായിട്ട് മെട്രിക്സ് 2 മൾട്ടിപ്ലൈ ചെയ്യുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. I0 minus I 0 minus I minus I 0, then I 0 0 I minus I. I into I എന്ന് പറയുന്നത് -1 0 -1. അപ്പോൾ സി ഇത് I into I എന്ന് പറയുന്നത് -1 ആണ്. I അല്ലേ ഇവിടെ രണ്ടും? അതെ അല്ല, ഇത് -I ആണ്. I into -I എന്ന് പറയുന്നത് 1, I into -I എന്ന് പറയുന്നത് 1, 1 + 1 എന്ന് പറയുന്നത് 2. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് 2 കിട്ടണം. അപ്പോൾ ഇത് ആൻസർ ആവില്ല. ഇതൊരിക്കലും ആൻസർ ആവില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു 3/3 മെട്രിക്സും ഇതൊരു 3/2 മെട്രിക്സും ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് 3/2 കിട്ടത്തുള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 പോസിബിലിറ്റി ഉള്ളൂ. ഇനി ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുക, അല്ലാണ്ട് വേറെ ചോയ്സ് ഇല്ല. അടുത്ത ചോദ്യം: ഫംഗ്ഷൻ f of x is equal to 4 - x square divided by 4x minus x cube. കണ്ടിന്യൂസ് അല്ലാത്ത 4x minus x cube നമ്മൾ 0 കൊടുക്കുക. മേലും താഴ്ന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല കേട്ടോ, അറിയാലോ അല്ലെ? വേരിയബിൾ കിടക്കുന്നത് കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല. ഡിനോമിനേറ്റർ 0 കൊടുത്താൽ x into
4 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 0 കിട്ടും. എക്സ് 0 അല്ലെങ്കിൽ എക്സ് +or-2 എന്ന് കിട്ടും. നമ്മുടെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 പോയിന്റ്സിലാണ്. ഓക്കെ. 9 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ട്രൂ? എഫ് ഓഫ് എക്സ് മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ അല്ല. എക്സ് ഇസിക്കൽ ടു 0 നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മോഡ് എക്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ എഫ് ഓഫ് എക്സ്? കണ്ടിന്യൂസ് എവരിവെയർ. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എല്ലായിടത്തും. ആംഗിൾ ബിറ്റ്വീൻ ദ കർവ് y ഇസിക്കൽ ടു എക്സ് സ്ക്വയർ ആൻഡ് y സ്ക്വയർ മൈനസ് എക്സ് ഇസിക്കൽ ടു 0 അറ്റ് ദ പോയിന്റ് 1 1. പിള്ളേരെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് tan θ ഇസിക്കൽ ടു m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2 ആണ് ഇൻസൈഡ് ദ മോഡുലസ്. m1 എന്ന് പറയുന്നത് dy/dx, സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അല്ലേ, 2x അറ്റ് 1 1 ആണ്. ദാറ്റ് ഇസിക്കൽ 2 × 1 ദാറ്റ് ഇസിക്കൽ 2 എന്ന് കിട്ടും. അതുപോലെ m2 എന്ന് പറയുന്നത് y സ്ക്വയർ മൈനസ് y സ്ക്വയർ ഇസിക്കൽ ടു x എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് dy/dx കണ്ടുപിടിക്കാൻ 2y × dy/dx ഇസിക്കൽ ടു 1 എന്ന് കിട്ടും. സോ dy/dx ഇസിക്കൽ ടു 1/2y. 1/2y ആണ്. അറ്റ് 1 1 ആയതുകൊണ്ട് 1/2 × 1 ദാറ്റ് ഇസിക്കൽ ടു 1/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 2 പോയിന്റുമായി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. അടുത്ത ചോദ്യം. ax square plus bx plus 4 attains its minimum value -1 at x is equal to 1. ഇതിന്റെ മിനിമം കണ്ടുപിടിക്കാനായിട്ട് പിള്ളേരെ f dash of x is equal to 2ax plus b, അതല്ലേ ഡെറിവേറ്റീവ് is equal to 0 കൊടുക്കാം at x is equal to 1. So 2a plus b is equal to 0. ഇതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് a greater than 0 ആയിരിക്കണം, കാരണം ഇത് യു ഷേപ്പിലിരിക്കണം. മിനിമം വാല്യൂ എന്ന് പറയുന്നത് -d/4a ആണ്. ദാറ്റ് ഈസ് മൈനസ് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 4a ഈക്വൽ ടു -1. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. അല്ലെങ്കിൽ എയും ബിയും വെറുതെ ട്രയൽ മെത്തേഡിൽ ഇട്ട് കൊടുത്ത് നോക്കിയാലും മതി എയുടെയും ബിയുടെയും വാല്യൂസ് കേട്ടോ. എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു x³ - 6x² + 9x + 8. then എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണ്. വളരെ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാൻ f dash of x ഇസിക്കൽ ടു 0 കൊടുക്കുക. സോ 3x² - 12x + 9 is equal to 0. ഒരു 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ x² - 4x + 3 is equal to 0. ആഡ് ചെയ്യുമ്പോൾ -4ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കിട്ടുന്നത് -3 -1 ആണ്. സോ x - 3 × x - 1 is equal to 0. അപ്പോൾ ഇന്റർവെല്ലുകൾ എന്ന് പറയുന്നത് x is equal to 3ഉം x is equal to 1ഉം ആണ് നമുക്ക് കിട്ടുന്നത്. -∞ തൊട്ട് 1 വരെ, 1 തൊട്ട് 3 വരെ, 3 തൊട്ട് ∞ വരെ. ഇതാണ് നമ്മുടെ ഇന്റർവെല്. എവിടെന്നെങ്കിലും ഒരിടത്ത് നമ്മളൊരു പോയിന്റ് എടുത്ത് നോക്കിയാൽ മതി. ഇവിടെ 0 കിടപ്പുണ്ട്. 0 f dash of x ഇട്ട് കൊടുത്താൽ f dash of 0 എന്ന് പറയുന്നത് 9 ആണ്. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ അവിടെ ഇൻക്രീസിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഡിക്രീസിംഗ് ആണ്, ഇവിടെ ഇൻക്രീസിംഗ് ആണ്. ഡിക്രീസിംഗ് ആവുന്നത് 1 3 എന്ന് പറയുന്ന ഇന്റർവെൽ മാത്രമാണ്. ഓക്കെ. അടുത്ത ചോദ്യം. 3 students are trying independently to solve a problem with respective probabilities 1/3, 1/4 and 1/5. What is the probability that the problem is solved? Problem solved is equal to 1 minus problem not solved. That is equal to 1 minus of a naught, b naught, c naught solved. That is equal to 1 minus of a solve ചെയ്യാൻ പാടില്ല. That is 1 minus 1/3. b solve ചെയ്യാൻ പാടില്ല 1 minus 1/4. c solve ചെയ്യാൻ പാടില്ല 1 minus 1/5. That is equal to 1 minus ഇത് 2/3 ആണ്, ഇത് 3/4 ആണ്, ഇത് 4/5 ആണ്. 4 4 3 3 ക്യാൻസൽ ആയിപ്പോൾ 1 minus 2/5 എന്ന് പറയാൻ കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 3/5 ആണ്. സിമ്പിൾ ചോദ്യം വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം. പി ഓഫ് എ ഇസ് ഈക്വൽ ടു 2/3, പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 1/2, പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു 5/6. ദെൻ ദ ഇവൻസ് എ ആൻഡ് ബി ആർ. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് കിട്ടിയാൽ അത് ഇൻഡിപെൻഡന്റ് ഇവൻസ് ആണ്. ഓക്കെ. അടുത്ത ചോദ്യം. സെക്ഷൻ ബി ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x + 1/x - 1. ദെൻ ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് that is equal to f of x plus 1 divided by f of x minus 1. That is equal to f of x എന്ന് പറയുന്നത് x plus 1 by x minus 1 plus 1 divided by x plus 1 by x minus 1 minus 1. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. അടുത്ത ചോദ്യം. a is equal to 1 2 3, b is equal to 4 5 6, c is equal to 1 2. then a minus b cross a intersection c. a minus b എന്ന് പറയുന്നത് എയിൽ നിന്നും ബിയുടെ പാർട്ടിസിപ്പേഷൻ 1 2 3 ആണ്, 4 5 6. അത് 1 2 3 തന്നെയാണ് എനിക്ക് കിട്ടുന്ന. കേരളസ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തണം കേട്ടോ. എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എയുടെയും സിയുടെയും കൂടെ ഇന്റർസെക്ഷൻ 1ഉം 2ഉം. അപ്പോൾ എ മൈനസ് ബി ക്രോസ് എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് രണ്ടിനെയും കൂടെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ മതി. 1 1 1 2 2 1 2 2 3 1 3 2.
1 1 1 2 2 1 2 2 3 1 3 2 എന്ന് പറയുന്ന ഓപ്ഷൻ 4. ഓക്കെ, അടുത്ത ചോദ്യം. The relation are defined on the set of all x such that modulus of x less than 3 and എയിൽ എ എന്ന് പറയുന്ന സെറ്റ് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 3 ആണ്. റിലേഷൻ എന്ന് പറയുന്ന y ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ ആണ്. സോ എ എന്ന് പറയുന്ന സെറ്റ് പിള്ളേരെ ഓൺ ദ സെറ്റ് ആണ്. അപ്പോൾ എയിൽ നിന്ന് എയിലേക്കാണ്. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 3 ആവണമെങ്കിൽ എക്സ് ഇൻറ്റീജറും ആയിരിക്കട്ടെ. -2 -1 0 1 2 -2 2 y is equal to modulus of x ആയിരിക്കണം. y is equal to modulus of -2 2 -1 1 0 0 1 1 2 2. ഇതാണ് നമ്മുടെ റിലേഷൻ. -2 2 -1 1 ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ അത് ആൻസർ ആവില്ല. ഓക്കെ, അപ്പം നമുക്ക് നോ ആൻസർ ആയിരിക്കണം കിട്ടുന്നത്. അടുത്ത ചോദ്യം. f of x is equal to 2x when x greater than 3, x square when x less than 1 less than x less than or equal to 3, 3x when x less than or equal to 1. അത് ആക്ച്വലി ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഒരു ചെറിയ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എഫ് ഓഫ് -1 നിങ്ങൾക്ക് -1ൻ്റെ ഒരു അല്ല, അത് തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല. എക്സ് ലെസ് ആർ സിക്കൽ വേണമെന്ന് പറയുന്നത് ഇത് ഇവിടെ അല്ല, ഇവിടെ തന്നെയാണ്. കുഴപ്പമില്ല. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 3 അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ഉണ്ട്. പിന്നെ പ്രശ്നമില്ല. എഫ് ഓഫ് -1 എന്ന് പറയുന്നത് ഇതിനകത്തുനിന്ന് എഫ് ഓഫ് -1 കണ്ടുപിടിക്കാനായിട്ട് 3x എടുക്കുക. എഫ് ഓഫ് 2 കണ്ടുപിടിക്കാൻ 2 എന്ന് പറയുന്നത് 1നും 3ക്കും ഇടയ്ക്ക് x സ്ക്വയർ എടുക്കുക. എഫ് ഓഫ് 4 കണ്ടുപിടിക്കാനായിട്ട് 2x എടുക്കുക. ഇതിനകത്ത് എക്സിന് 4 ഇട്ട് കൊടുക്കുക, എക്സിന് 2 ഇട്ട് കൊടുക്കുക, എക്സിന് -1 ഇട്ട് കൊടുക്കുക. ആഡ് ചെയ്താൽ മതി. അടുത്ത ചോദ്യം. എഫ് ഓഫ് 2x കണ്ടുപിടിക്കാനായിട്ട് 2x - 1 ഡിവൈഡഡ് ബൈ 2x + 1 ആണ്. ഈ ഓപ്ഷൻസ് എല്ലാം കണ്ടുപിടിക്കുക. ഈ ഓപ്ഷൻസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് ഏതാണ് ഇതിനോട് കോമ്പാറ്റബിൾ ആവുന്നത് അതാണ് നമ്മുടെ ആൻസർ. A is equal to 1 2 3, B is equal to 1 4 6 9 and R is a relation from A to B defined by x is greater than y. Then the range of R is എയിൽ നിന്നും ബിയിലേക്കാണ് റിലേഷൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ വേണം. എക്സ് ഗ്രേറ്റർ ദാൻ വൈ 1 ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. 2 കൊടുത്താൽ 2 1 നമുക്ക് എടുക്കാം. എക്സ് ആയിരിക്കണം വൈനേക്കാൾ വലുതായിരിക്കണം. പിന്നെ 3 1 കൊടുക്കാം. ശരിയാണോ? 2 1ഉം 3 1ഉം കൊടുക്കാം. വേറൊരു ചോയ്സ് ഇല്ല. അപ്പം നമുക്ക് റേഞ്ച് എന്ന് പറയുന്ന 1 മാത്രമേ വരത്തുള്ളൂ. ഓപ്ഷൻ 3. ഓക്കെ, അടുത്ത ചോദ്യം. ഇഫ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ പ്ലസ് സൈൻ ഇൻവേഴ്സ് ഇസഡ് ആയിരിക്കും കേട്ടോ. സിക്കൽ 3π/2. പിള്ളേർ ഇത് 3 കൂടെ ഹാൽ ചെയ്യണമെങ്കിൽ 3π/2 കിട്ടണമെങ്കിൽ ഇത് π/2 ഇത് π/2 ഇത് π/2. ശരിയല്ലേ? എക്സ് വൈ ഇസഡ് ഇത് മുഴുവൻ π/2 കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പം എക്സ് എന്ന് പറയുന്ന 1, വൈ എന്ന് പറയുന്ന 1, ഇസഡ് എന്ന് പറയുന്ന 1, 1 + 1 + 1 3² 9 കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് 1 - x² / 2x പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1 - x² / 1 + x². പിള്ളേരെ എക്സിന് നമുക്ക് ഒരു ടാൻ തീറ്റ കൊടുത്താൽ ഇത് സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 - tan² θ അല്ലെങ്കിൽ 1 - tan² θ 2 tan θ എന്ന് കിട്ടും. പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1 - tan² θ 1 + tan² θ. പിള്ളേർ ഇത് രണ്ടും, ഇത് ടാൻ 2θയുടെയും ഇത് cos 2θയുടെയും എക്സ്പ്രഷനാണ്. തിരിച്ചാണ് കിടക്കുന്നതെന്നേ ഉള്ളൂ. ഇപ്പോൾ π/2 മൈനസ് ഇട്ടതിന് ശേഷം നമുക്ക് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു 2π/3. ദെൻ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ. ഇത് നമുക്ക് അറിയാലോ, സൈൻ ഇൻവേഴ്സ് എക്സും π/2 ആയിരിക്കണം. കോസ് ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് വൈയും π/2 ആണെങ്കിൽ മാത്രമേ, അല്ല 2π/3 ആണ്. സോറി 2π/3 ആണ് പറഞ്ഞിരിക്കുന്നത്. 2π/3 ആണെങ്കിൽ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈയുടെ ഇക്വേഷൻ ഉണ്ട്. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് × √1 - y² പ്ലസ് y × √1 - x² നമുക്ക് കിട്ടും. കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ കണ്ടുപിടിക്കാനായിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ 2π/3 എന്ന് പറയുന്ന ഒരു ചോയ്സ് അങ്ങ് ഇട്ട് തുറന്ന് നോക്കിയാലും മതി. അതായിരിക്കും സൗകര്യം അല്ലേ. സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/5. ദെൻ കോസ് ഇൻവേഴ്സ് എക്സ്, സൈൻ ഇൻവേഴ്സ് എക്സിനെ π/2 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം അല്ലേ. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് π/2 ആണ്. സോ കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. നമുക്ക് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 - xy. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ടാൻ ഇൻവേഴ്സ് 1/2 എന്ന് കിട്ടിക്കോളും. അടുത്ത ചോദ്യം. സി ടാൻ ഇൻവേഴ്സ് ഓഫ് 1/1 + 1 + 1² 1 + 2 + 2². പിള്ളേർ ഇതിനെ നമുക്ക് 1/n 1 + n + n² എന്ന് വിളിച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1/1 + n × n + 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് n + 1 - n ഡിവൈഡഡ് ബൈ 1 + n × n + 1 എന്നാണ് കിട്ടുന്നത്. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് x - y/1 + xy എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് n + 1 - ടാൻ ഇൻവേഴ്സ് n ആണ്. ശരിയാണോ? അപ്പോൾ ഇതിനെ ഓരോന്നിനെ നമുക്ക് ഈ എല്ലാ ടൈമിനും നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ്
2 minus 1 tan inverse 2 minus tan inverse 1 plus ഇത് tan inverse 3 minus tan inverse 2 plus എക്സെട്ര എഴുതാം. tan inverse 1 ക്യാൻസൽ ആയി പോലെ 2 ക്യാൻസൽ ആയി പോകും, 3 ക്യാൻസൽ ആയി പോകും. സോ മൈനസ് tan inverse 1 എന്നും ലാസ്റ്റ് ഒരു tan inverse ഇൻഫിനിറ്റിയും കിട്ടും. tan inverse ഇൻഫിനിറ്റി എന്ന് പറയുന്നത് π/2, tan inverse 1 എന്ന് പറയുന്നത് മൈനസ് π/4 പ്ലസ് π/2 എന്ന് കിട്ടും. ശരിയല്ലേ? ഈ ഒരു ഫോം ഇത് ജെയ് മെയിൻസിനൊക്കെ ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ്. tan inverse x ഇതിനെല്ലാത്തിൻ്റെ ഓരോ എക്സ്പ്രഷൻ tan inverse x tan inverse x മൈനസ് tan inverse y എന്ന് പറയുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് കോമൺ എടുക്കാനുള്ളത് മുകളിൽ നിന്നൊരു എ കോമൺ എടുക്കാം, ഇവിടുന്ന് ഒരു ബി കോമൺ എടുക്കാം, ഇവിടുന്ന് ഒരു സി കോമൺ എടുത്താൽ ഡിറ്റർമിനൻ്റ് ഇവിടുന്ന് എയിലെ കോമൺ എടുത്താൽ -1 ബി സി എ മൈനസ് ബി സി, ഇവിടുന്ന് സി ആണ് കോമൺ എടുത്ത് എ ബി മൈനസ് സി. ഇനി ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്താൽ മതി, വെറുതെ എക്സ്പാൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ അന്ന് ഇനി ബി കോമൺ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ബി കോമൺ എടുക്കാം, ഇവിടുന്ന് സി കോമൺ എടുക്കണമെങ്കിൽ കോമൺ എടുക്കാം. ഇവിടുന്ന് ഒരു -1 അല്ല, ഇവിടെ ഒരു എ ആയിരുന്നു. ശരിയല്ലേ? ഇവിടുന്ന് ഒരു എ കോമൺ എടുക്കാം, ഇവിടുന്ന് ഒരു ബി കോമൺ എടുക്കാം, ഇവിടുന്ന് ഒരു സി കോമൺ എടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാം 1 ആയി കിട്ടും. ശരിയല്ലേ? എ സ്ക്വയർ കോമൺ വരും, ബി സ്ക്വയർ കോമൺ വരും, സി സ്ക്വയർ കോമൺ വരും. ഇൻറ്റു ഡിറ്റർമിനൻ്റ് -1 1 1 1 -1 1 1 1 -1. ഇനി ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷൻ നടത്തിയാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം. എ = 3 3 3 3. പിള്ളേരെ എ ക്യൂബ് കണ്ടുപിടിക്കാനായിട്ട് ഇതിന് എനെ നമുക്ക് 3 × 1 1 1 1 1 1 1 1 1 എന്ന് എഴുതാം. എന്നിട്ട് നിങ്ങൾ എ സ്ക്വയർ കണ്ടുപിടിക്കുക, എ ക്യൂബ് കണ്ടുപിടിക്കുക. 81 ആണെന്ന് തോന്നുന്നു കേട്ടോ. അടുത്ത ചോദ്യം. ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി. വെറുതെ എ ബി കണ്ടുപിടിച്ചതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എ ബി എന്ന് പറയുന്നത് 3520 × 117 0 - 10 = 3 + 0 3 × 17 + 5 × -10 2 + 0 2 × 17 + 0 കിട്ടും. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഇതാണ് എ ബി. ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഇത് ഇൻറ്റു മൈനസ് ഇത് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, a = 1 to x 0 1 0 0 0 1, b = 1 - 2y 1 0 1 0 1 0 0 0 1, ab = i3, then x + y = ab എന്ന് പറയുന്നത് നിങ്ങൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ശേഷം i3 എന്ന് പറയുന്നത് ഐഡന്റിറ്റി മാട്രിക്സിലേക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. 1 0 0 0 1 0 0 0 1ലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ മതി. ഇതിനെ പ്രൊഡക്റ്റ് എടുക്കാൻ അറിയാം. 1 × 1 2 × 0 x × 0 1 × -2 2 × 1 x × 0. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാം. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഈ 1 ഈ സി ഓരോ എലമെന്റും 1ലേക്കും 0ലേക്കും അങ്ങനെ ഇക്വേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് എക്സിലും വൈയിലുള്ള 2 ഇക്വേഷൻ കിട്ടും. എന്നിട്ട് x + y കണ്ടുപിടിച്ചാൽ സിമ്പിൾ ചോദ്യമാണ്. a = 1 1 1 1, then a raised to 100 is a സ്ക്വയർ നമ്മളൊന്ന് കണ്ടുപിടിച്ച് നോക്കണം. 1 1 1 1നെ നമ്മൾ 1 1 1 1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 2 2 2 കിട്ടും. ശരിയല്ലേ? ദാറ്റ് ഈസ് 2 × a എന്ന് കിട്ടും. അപ്പോൾ a സ്ക്വയർ എന്ന് പറയുന്നത് 2 1. അപ്പോൾ a raised to 100 എന്ന് പറയുന്നത് 2 ഇത് 2 1 അല്ലേ? a സ്ക്വയർ ആകുമ്പോൾ 2 1. അപ്പോൾ ഇത് a raised to 99 × എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. ഡിറ്റർമിനൻ്റ് ഓഫ് a raised to 10 = 10 24. പിള്ളേരെ ഡിറ്റർമിനൻ്റ് ഓഫ് a raised to 10 = 10 24 എന്ന് വിളിച്ചാൽ ഡിറ്റർമിനൻ്റ് ഓഫ് a the whole raised to 10 എന്ന് പറയുന്നത് 10 24 ആണ്. ഇതിനെ നമുക്ക് 2 raised to 10 എന്ന് വിളിക്കാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് a എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. ഡിറ്റർമിനൻ്റ് ഓഫ് a എന്ന് പറയുന്നത് α² × -α - 5 × 5 = 2 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്താൽ ആൽഫയുടെ വാല്യൂ കിട്ടും. അടുത്തത് y = x e raised to xy, then ഈ dy/dx = product rule. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് പറയുന്നത് e raised to xy × x × dy/dx പ്ലസ് y × 1 ആണ്. കാരണം e raised to xy ഡെറിവേറ്റീവ് e raised to xy × xy ഡെറിവേറ്റീവ് എഴുതണം പ്ലസ് e raised to xy × x എന്ന് കിട്ടും. പിന്നെ അന്ന് dy/dx കോമൺ എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അടുത്ത ചോദ്യം. x = a cos cubed, y = a sin cubed, then dy/dx = കണ്ടുപിടിക്കാനായിട്ട് പാരാമെട്രിക് ഫോമാണ് കിടക്കുന്നത്. dy/dt / dx/dt ആണ്. dy/dt എന്ന് പറഞ്ഞാൽ ഇതിനെ t വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. a × 3 sin² t × cos t എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ a × 3 cos² t × -sin t എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് dy/dx കിട്ടും. അടുത്ത ചോദ്യം. y = √x + √x + √x + up to infinity. അപ്പോൾ നമുക്ക് y = √x + y എന്ന് തന്നെ വിളിക്കാം. സ്ക്വയർ എടുത്താൽ y² = x + y എന്ന് കിട്ടും. സോ 2y × dy/dx = 1 + dy/dx എന്ന് കിട്ടും. സോ നിങ്ങൾ dy/dx ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം സിംപ്ലിഫൈ ചെയ്താൽ മതി. സോ 2y - 1 ×
dy by dx is equal to 1 എന്ന് കിട്ടും. സോ dy by dx is equal to 1 by 2y minus 1. ഓക്കെ, അടുത്ത ചോദ്യം. f of x is equal to e raised to x into g of x, g of 0 is equal to g dash of 0 is equal to 1, then f dash of 0. അല്ലെങ്കിൽ f dash of x എന്ന് പറയുന്നത് e raised to x ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. നമുക്ക് f dash of 0 ആണ് ചോദിച്ചിരിക്കുന്നത്. e raised to 0 ഇൻറ്റു g dash of 0 പ്ലസ് g of 0 ഇൻറ്റു e raised to 0. e raised to 0 1 ആണ്, g dash of 0 അവർ തന്നിട്ടുണ്ട് 1 പ്ലസ് g of 0 2 ഇൻറ്റു e raised to 0 1, 2 plus 3 1 എന്ന്, സോറി 2 plus 1 3 എന്ന് കിട്ടും. അടുത്ത ചോദ്യം. y raised to x is equal to x raised to y, then dy by dx is equal to y raised to x is equal to x raised to y ആണെങ്കിൽ രണ്ട് സൈഡിൽ ലോഗരിതം എടുത്താൽ x ഇൻറ്റു log y log x ആണ്. സോ x ഇൻറ്റു 1 by y ഇൻറ്റു dy by dx is equal to a പ്രൊഡക്റ്റുള്ള ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് log y ഇൻറ്റു 1 is equal to y into 1 by x plus log x into dy by dx. ഇത് നിങ്ങൾ dy by dx ഉള്ള ടൈം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ x by y മൈനസ് log x into dy by dx is equal to y by x മൈനസ് log y എന്ന് കിട്ടും. ഇത് ഇപ്പുറത്തേക്ക് ഡിവൈഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് dy by dxന്റെ വാല്യൂ കിട്ടും. അടുത്ത ചോദ്യം. The value of c in the Rolle's theorem when f of x is equal to 2x square minus 3x square minus 4x plus 3, x belongs to 1 by 2 3. പിള്ളേരെ റോൾസ് തിയറത്തിൽ പറയുന്നത് റോൾസ് തിയറം എന്ന് പറയുന്നത് f of x എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ f of a is equal to f of b ആണെങ്കിൽ then there exists a c in open interval a b such that f dash of c is equal to 0. അപ്പം നമുക്ക് f dash of c, f dash of x കണ്ടുപിടിക്കുക. f dash of x എന്ന് പറയുന്നത് 6x സ്ക്വയർ മൈനസ് 10x മൈനസ് 4 ആണ്. f dash of c എന്ന് പറയുന്നത് 6 ഇൻറ്റു സി സ്ക്വയർ മൈനസ് 10c മൈനസ് 4 is equal. ഇതിന് 0 കൊടുത്താൽ നമുക്കൊരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3c സ്ക്വയർ മൈനസ് 5c മൈനസ് 2 is equal to 0 ആണ്. ഇതിനകത്ത് സിയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് സിയുടെ വാല്യൂ ഇതിനിടയ്ക്കുള്ള സി ഇല്ലേ, ആ സി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അടുത്ത ചോദ്യം. The equation of the tangent to the curve x by a raised to n plus y by b raised to n is equal to 2 at a b. n into x raised to n minus 1 divided by a raised to n plus n into y raised to n minus 1 into dy by dx divided by ഒരു b raised to n ഉണ്ട് is equal to 0. 2ന്റെ ഡെറിവേറ്റീവ് എല്ലായിടത്തും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എക്സിന് a കൊടുക്കുക, n into a raised to n minus 1 divided by a raised to n plus n into b raised to n minus 1 divided by b raised to n into dy by dx is equal to 0. പിള്ളേരെ n എല്ലായിടത്തും ക്യാൻസൽ ആയിപ്പോൾ n വെച്ച് ഡിവൈഡ് ചെയ്താൽ 0 ആയതുകൊണ്ട് ക്യാൻസൽ ആയിപ്പോൾ n മൈനസ് 1 n a വരും, b വരും. സോ dy by dx എന്ന് പറയുന്നത് മൈനസ് a ഡിവൈഡഡ് ബൈ b എന്ന് വരും, നെഗറ്റീവ് a ഡിവൈഡഡ് ബൈ b. നമുക്ക് ടാൻജൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. y മൈനസ് y1 is equal to m ഇൻറ്റു മൈനസ് a by b ഇൻറ്റു എക്സ് മൈനസ് എക്സ് 1. ശരിയല്ലേ? ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y മൈനസ് y1 is equal to m ഇൻറ്റു എക്സ് മൈനസ് എക്സ് 1 അല്ലേ? അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം. The equation of the normal to the curve y is equal to 2x square minus 3x minus 1 is at the point 1 minus 2. പിള്ളേർ ആദ്യം നമ്മൾ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് കണ്ടുപിടിക്കാം. dy by dx ആണ്, 4x minus 3 എന്ന് കിട്ടും. അറ്റ് x is equal to 1 അല്ലേ, 4 into 1 minus 3 that is equal to 1 എന്ന് കിട്ടും. സോ സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് പറയുന്നത് മൈനസ് 1 by 1, മൈനസ് 1 നെഗറ്റീവ് റെസിപ്രോക്കൽ ആണ്. സോ ഇക്വേഷൻ ഓഫ് നോർമൽ എന്ന് പറയുന്നത് y മൈനസ് y1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് എക്സ് 1. സോ y പ്ലസ് 2 ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. സോ എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 ഇല്ലേ, ഓപ്ഷൻ 1. ഓക്കെ, അടുത്ത ചോദ്യം. ദ വെലോസിറ്റി v meter per second of a particle proportional to the cube of the time. If the velocity after 2 seconds is 4, then v is equal to v is proportional to എന്നാണ്. v is proportional to cube of the time. cube of the time എന്ന് പറയുന്നത് t cube അല്ലേ. സോ v is equal to k t cube എന്ന് പറയാം. ശരിയാണോ? സോ dv by dt is equal to k into 3t square എന്ന് കിട്ടും. k into 3t square എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ t after t 2 seconds അല്ലേ, k into
3 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. 4 ക്യാൻസൽ ആയി പോയാൽ കെ എന്ന് പറയുന്നത് 1/3 വരും. സോ വെലോസിറ്റി എന്ന് പറയുന്നത് t³ ഡിവൈഡഡ് ബൈ 3. കെ അല്ലേ, കെയുടെ വാല്യൂ 1/3. നല്ല ചോദ്യം വരും. അടുത്ത ചോദ്യം. The side of an equilateral triangle is 2 cm and it is increasing at the rate of 8 cm per hour. Then the area of triangle increasing at the rate of A2 തന്നിട്ടുണ്ട്. dA/dt എന്ന് പറയുന്നത് 8 cm per hour എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ക്യാപിറ്റൽ ഏരിയ എന്ന് പറയുന്നത് √3a²/4 ആണ്. സോ dA/dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് √3/4 ഇൻറ്റു 2a ഇൻറ്റു dA/dt എന്ന് കിട്ടും. √3/4 ഇൻറ്റു 2 ഇൻറ്റു സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഇൻറ്റു dA/dt എന്ന് പറയുന്നത് 8 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് അറ്റ് 2, 2. പിള്ളേർ നേരത്തെ ചെയ്താണ്. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കണ്ടുപിടിക്കാനായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2x - 2 ഇൻറ്റു xy ഡെറിവേറ്റീവ് x ഇൻറ്റു dy/dx പ്ലസ് y ഇൻറ്റു 1 ആണ്. പ്ലസ് y² ഡെറിവേറ്റീവ് 2y ഇൻറ്റു dy/dx ആണ്. പ്ലസ് 2x ഡെറിവേറ്റീവ് 2 ആണ്. പ്ലസ് y ഡെറിവേറ്റീവ് dy/dx ആണ്. മൈനസ് 6 ഡെറിവേറ്റീവ് 0 ഈസ് ഈക്വൽ ടു 0 കൊടുക്കാം. 2, 2 അല്ലേ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. സോ 2 ഇൻറ്റു 2 മൈനസ് 2 ഇൻറ്റു dy/dx പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു dy/dx പ്ലസ് 2 പ്ലസ് dy/dx ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. സോ ഇതിനകത്ത് നമുക്ക് dy/dx കണ്ടുപിടിക്കാം. അതാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. ശരിയല്ലേ? dy/dx ഒരു നമ്പറായിട്ട് കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് y - y1 ഈസ് ഈക്വൽ ടു m എന്ന് പറയുന്നത് dy/dx ആണ് ഇൻറ്റു x - x1 എന്ന് പറയുന്നത് 2. ശരിയല്ലേ? y - y1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു x - x1. dy/dx ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. A parent has 2 children. If one of them is boy, the probability that the other is also a boy. ആദ്യത്തേത് ചെക്കനാണെങ്കിൽ രണ്ടാമത്തേത് ചെക്കനാകാനുള്ള പ്രോബബിലിറ്റിയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് നമ്മളുടെ ഇത് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ഫസ്റ്റ് ബോയ് സെക്കൻഡ് ബോയ് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ബോയ് ആകാം സെക്കൻഡ് ബോയ് ആകാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഗേൾ ആകാം സെക്കൻഡ് ബോയ് ആകാം. ടോട്ടൽ പ്രോബബിലിറ്റി ആദ്യത്തേത് ബോയ് ആണെങ്കിൽ രണ്ടാമത്തേത് ബോയ് ആവാനുള്ള പ്രോബബിലിറ്റി. 5 boys and 5 girls are sitting in a row randomly. The probability that the boys and girls sit alternatively. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നമുക്ക് ആദ്യം ബോയ്സിനെ എഴുതാം. ബി 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 1, 2, 3, 4, 5 ബോയ്സ് അല്ലേ? 5 ഫാക്ടോറിയൽ ബേസിൽ ഇരുത്താം. 5 ഫാക്ടോറിയൽ ബേസിൽ ഇരുത്തിയാൽ ബാക്കി എത്ര പൊസിഷൻ മിച്ചം വരും പിള്ളേരെ? 1, 2, 3, 4, 5, 6 പൊസിഷൻ മിച്ചം വരും. ആ 6 പൊസിഷനിൽ നിന്നും നമ്മൾ 5 പൊസിഷൻ എടുക്കുന്നു. 5 പൊസിഷനിൽ ഗേൾസിനെ എടുത്തുന്നു. ഓക്കെ. ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് യൂണിവേഴ്സിറ്റി ആർ അറേഞ്ച്ഡ് ഇൻ റാൻഡം ഓർഡർ. ദ പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ദ വവൽസ് കം ടുഗെദർ. ടോട്ടൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ആണ്. ടോട്ടൽ എന്ന് പറയുന്നത് 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? യൂണിവേഴ്സിറ്റി യു റിപ്പീറ്റ് ചെയ്യുന്നില്ല, എൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഐ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2 ഫാക്ടോറിയൽ ശരിയല്ലേ? എൻ ഇല്ല, ഐ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, വി ഇല്ല, ഇ ഇല്ല, ആർ ഇല്ല, എസ് വേറെ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ. ഫേവറബിൾ എന്ന് പറയുന്നത് വവൽസ് കം ടുഗെദർ അല്ലേ? യു ഉണ്ട്, ഐ ഉണ്ട്, ഇ ഉണ്ട്, ഐ ഉണ്ട്. എ ഇ ഐ ഒ യു അല്ലേ ഉള്ളൂ പിള്ളേരെ? വേറെ ഒന്നുമില്ലല്ലോ. ബാക്കി എൻ, വി, ഇ എഴുതി, ആർ, എസ്, ടി, വൈ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 എഴുതി. ഇതിനെ ഒന്നായിട്ട് കാണാം. അപ്പം മൊത്തം എത്ര ലെറ്റർ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 ഫാക്ടോറിയൽ ഇൻറ്റു ഇവർക്ക് മാറിയിരിക്കാം 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. സോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 7 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ദ ഹോൾ ഡിവൈഡഡ് ബൈ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ഓൺ സിംപ്ലിഫൈങ് നമുക്ക് പ്രോബബിലിറ്റി കിട്ടും. ഓഡ്സ് അഗൈൻസ്റ്റിൻ്റെ നിങ്ങൾക്ക് റിസൾട്ട് തന്നിട്ടുണ്ട്. ടോട്ടൽ മൈനസ് the probability that leap year selected at random will contain either 53 Thursdays or 53 Fridays. മൊത്തം 52 ആഴ്ചകൾ വരും. 52 ഇൻറ്റു 7, 2, 14, ശിഷ്ടം 1, 5, 7, 5, 35, 1, 364 ദിവസങ്ങൾ വരും. ശരിയല്ലേ? 364 കംപ്ലീറ്റ് വീക്ക് വരും. പിന്നെ 2 ദിവസങ്ങൾ റിമൈൻ ചെയ്യും. അതിനകത്ത് നമുക്ക് എന്തൊക്കെ വരണം? സൺഡേ മൺഡേ വരാം, മൺഡേ ട്യൂസ്ഡേ വരാം, ട്യൂസ്ഡേ വെനസ്ഡേ വരാം, വെനസ്ഡേ തേഴ്സ്ഡേ വരാം, തേഴ്സ്ഡേ ഫ്രൈഡേ വരാം, ഫ്രൈഡേ സാറ്റർഡേ വരാം, സാറ്റർഡേ സൺഡേ വരാം. ഇത്രയും ചോയ്സാണ് 2 ദിവസങ്ങൾക്കുള്ളത്. ഒന്നുകിൽ 53 തേഴ്സ്ഡേ അല്ലെങ്കിൽ 53 ഫ്രൈഡേ.
വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ 3 ഡിവൈഡഡ് ബൈ മൊത്തം എത്ര എണ്ണമാണ്? 7 എണ്ണം. ശരിയല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. A 5-digit number with distinct digits are formed by the digits 1, 2, 3, 4, 5, 6 and 8. The probability that the number have even digits at both ends. നമുക്ക് ടോട്ടൽ നോക്കാം. 1, 2, 3, 4, 5, 6, 7 ഡിജിറ്റുകളാണുള്ളത്. 5 ഡിജിറ്റ് വിത്ത് ഡിസ്റ്റിങ് ഡിജിറ്റ് ആർ ഫോംഡ് വിത്ത് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 7 ഫാക്ടോറിയലാണ്. ശരിയല്ലേ? ടോട്ടൽ 7 ഫാക്ടോറിയലാണ്. നമുക്ക് ഫേവറബിൾ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 8. പിള്ളേരെ 7 ഡിജിറ്റ് അല്ലേ ഉള്ളൂ? 1, 2, 3, 4, 5, 6, 7 ഡിജിറ്റേ ഉള്ളൂ. ഇതിൽ രണ്ട് എൻഡിലും ഇവിടെയും ഈവൻ വരണം, ഇവിടെയും ഈവൻ വരണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ശരിയല്ലേ? പ്രോബബിലിറ്റി ഈവൻ ഡിജിറ്റ്സ് അറ്റ് ദ ബോത്ത് എൻഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈവൻ ഡിജിറ്റ് 1, 2, 3, 4 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ 4 ചോയ്സ് ഉണ്ട്, പിന്നെ ഇവിടെ 3 ചോയ്സേ ഉള്ളൂ. ഇപ്പോൾ 2 ഡിജിറ്റുകൾ നമ്മൾ വെച്ചു. മൊത്തം 7 ഡിജിറ്റ് ആയിരുന്നു, 2 ഡിജിറ്റുകൾ വെച്ചു. ഇനി 5, 4, 3, 2, 1. ഓക്കെ, ഇത്രയും ചോയ്സ് ആണുള്ളത്. ഇതേ ബൈ ഇത് ചെയ്താൽ നമുക്ക് ആൻസറായി. സോ അതായിരുന്നു നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. ഇതാണ് എൻ്റെ ഫോൺ നമ്പർ. വിളിക്കുമ്പോൾ രാത്രി 8 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് വിളിക്കാൻ ശ്രദ്ധിക്കുക. സോ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഈസ് വൈൻഡിങ് അപ്പ്. താങ്ക് യു.